സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നു, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു. ആത്മീയതയുടെ കപടമുഖമല്ല ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ അറിയുന്ന തമ്പുരാന് സ്തോത്രങ്ങളെ നിന്നെ ദൈവമകനെന്ന് വിളിക്കുവാൻ തക്കവണ്ണം അവൻ്റെ കൃപയുടെ സുവിശേഷത്തെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് രക്ഷയുടെ സന്തോഷം നമുക്കകത്ത് ഉണ്ടാകുന്നത്. സ്തോത്രം. 1999 പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞ് ഒരു ഹയർ സ്റ്റഡിക്ക് വേണ്ടി ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു 10-12 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ചർച്ചിലെ ഒരു സ്തോത്രം മെമ്പറിൻ്റെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനും ആദ്യമായി ആ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയാണ്. അന്ന് ഒരു 10-35-40 ആളുകൾ ഇങ്ങനെ കൈയടിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. സ്തോത്രം. എല്ലാവരും അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കുന്നു. എനിക്ക് ആദ്യമായിട്ടൊന്നും തോന്നിയില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു TV സ്ക്രീൻ തുറന്നു വരുന്നത് പോലെ എൻ്റെ മുമ്പിൽ ഒരു സ്ക്രീൻ ഇങ്ങനെ വെളിപ്പെടുകയും എൻ്റെ 18 വയസ്സ് പ്രായമുള്ളത് വരെയുള്ള എൻ്റെ ജീവിതത്തെ കർത്താവ് ഇങ്ങനെ കാണിക്കുവാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് ഒരു വല്ലാത്ത ഭാരം കടന്നു വന്നു. ഉടനെ എൻ്റെ ചിന്ത ഇതായിരുന്നു, ഞാൻ പാപിയാണല്ലോ. സ്തോത്രം. ഈ പാപിയാണെന്നുള്ള ചിന്ത എൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാൻ വല്ലാതെ അസ്വസ്ഥതപ്പെട്ടു. ഞാൻ നിലവിളിക്കാൻ വേണ്ടി തുടങ്ങി, യേശുവേ എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കണം. ആ സമയത്ത് ഞാൻ സ്തോത്രം സഭയ്ക്കകത്ത് ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ ആ കാര്യങ്ങൾക്കകത്തൊക്കെ ഞാനുണ്ട്. പുകവലിക്കുവാനോ സിനിമ കാണാനോ മറ്റ് ഇതര പാപപ്രവൃത്തികൾക്ക് വേണ്ടി പോകുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എൻ്റെ അകത്ത് വലിയൊരു പാപബോധം. തിരുവെഴുത്ത് പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും സകല മനുഷ്യരും വന്നിരിക്കുന്നു. പാപം എന്ന് പറയുന്നത് സ്തോത്രം വീടി വലിച്ചതും കള്ളു കുടിച്ചതും ജീവിതത്തിൻ്റെ ഏതോ തെറ്റ് ചെയ്തതല്ല. അതൊക്കെ പാപത്തിൻ്റെ പരിണിത ഫലങ്ങളാണ്. പാപം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദാമിൽ സ്തോത്ര കയറി വന്ന സ്തോത്ര ഹല്ലേലൂയ സാത്താനികമായൊരു സ്വഭാവമാണ്, അല്ലെങ്കിൽ അവൻ്റെ ഒരു വിത്താണ് പാപം എന്ന് പറയുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ വിത്തെന്ന പോലെ മനുഷ്യൻ്റെ അകത്ത് കുടിയേറിയിരിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ ഇരുട്ടിൻ്റെ ശക്തിയുടെ വിത്താണ് പാപം. ആ പാപം അകത്ത് വളരുമ്പോഴാണ് അതിൻ്റെ സ്വഭാവങ്ങൾ വിവിധ നിലകളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്. അങ്ങനെ സ്തോത്രം. ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, കർത്താവ് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അലമുറയിട്ട് നിലവിളിക്കുവാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഉപബോധ മനസ്സിനകത്തൊരു ചിന്ത വന്നു, ഞാൻ എന്തിനാണ് ഇങ്ങനെ ശബ്ദമുയർത്തി നിലവിളിക്കുന്നത്? ഒരു നല്ല മിടുക്കനായിട്ട് സ്തോത്രം വസ്ത്രമുടയാതെ കേവലം സ്തോത്രം മനുഷ്യരുടെ മുമ്പിൽ ഒരു മനുഷ്യനായി ജീവിച്ച പോരെ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിലവിളിക്കേണ്ടത് ആവശ്യമെന്ന് എൻ്റെ ഉപബോധ മനസ്സിനകത്ത് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പാപബോധം എൻ്റെ അകത്തേക്ക് വന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, കർത്താവ് ഞാനൊരു പാപിയാ, എന്നോട് ക്ഷമിക്കണം, കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് ഞാൻ സ്തോത്രം നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശക്തി എൻ്റെ മേൽ വരികയും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആ ഹോളിനകത്ത് സ്തോത്രങ്ങളിൽ എൻ്റെ ശരീരം ഏതൊക്കെയോ നിലകളിൽ നിയന്ത്രിക്കപ്പെടുവാൻ തുടങ്ങി. ഞാൻ അറിയാത്ത ഭാഷകൾ എൻ്റെ നാവിലൂടെ പറയാൻ വേണ്ടി തുടങ്ങി. എന്തോ ഒരു ദൈവ സാന്നിധ്യം എൻ്റെ അകത്ത് ചലിക്കുകയും ഞാനൊരു ഫ്രീ ആകുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാനിടയായി. അങ്ങനെ ഞാൻ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തിയുടെ അനുഭവങ്ങൾ എൻ്റെ അകത്ത് വെളിപ്പെട്ടു വരുമ്പോൾ സ്തോത്രം ദൈവാത്മാവ് ഒരു വലിയ സ്തോത്രം കൂട്ടത്തെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചിട്ട് പറയുകയാണ്, ഈ ജനത്തോട് സുവിശേഷം പറയുവാൻ എൻ്റെ വേലയ്ക്ക് വേണ്ടി നീ പോകുക. ഇന്ന് രാത്രി ആരോട് ദൈവാത്മാ പറയുന്നു? ആത്മീയ അനുഭവങ്ങളുടെ സ്തോത്രം ഉപരിവിപ്ലവമല്ല, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഭാവഭേദങ്ങൾ. ഇരിക്കുന്ന ഇരിപ്പിൽ ചലിക്കാതിരിക്കുന്നത് മാത്രമല്ല ആത്മീയത. ആത്മചലനം അകത്ത് വെളിപ്പെട്ടു വരുമ്പോൾ നിനക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ നിന്റെ ശരീരം നിയന്ത്രിക്കപ്പെടുമ്പോൾ അത് ദുരാത്മാവാണെന്നും അത് പിശാചാണെന്നും പറയാൻ നിനക്ക് എളുപ്പമാ. രക്ഷയുടെ സന്തോഷത്തെ ആത്മാവിൽ തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ അകത്ത് വീണ അഭിഷേകം ഞാൻ ഇരിക്കുന്ന ഇടത്തു നിന്നൊരു റബ്ബർ പന്ത് തെറിച്ചു പോകുന്നത് പോലെ എന്നെ തെറിപ്പിച്ച് 20 മിനിറ്റ് ആ റൂമിനകത്ത് ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ഉരുണ്ടു മറിഞ്ഞപ്പോൾ എൻ്റെ അകത്ത് കയറിയ ദൈവിക വിളിയുടെ നിയോഗമാണ്
കഴിഞ്ഞ 25 വർഷമായി ഈ പുസ്തകം എടുത്തുകൊണ്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആരാധനയുടെ അനുഭവങ്ങൾക്കകത്ത് നിനക്ക് നിന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ആത്മശക്തിയുടെ പ്രദർശനം വെളിപ്പെട്ടു വരുമ്പോൾ നീ അതിനെ വിമർശിക്കാൻ നിൽക്കരുത്. അതിനകത്ത് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്, അതിനകത്ത് ദൈവത്തിന് ചിലത് അരുളപ്പാട് ചെയ്യാനുണ്ട്. കഴിഞ്ഞ 25 വർഷം ആ നിയോഗത്തിൽ ചലിച്ച എനിക്ക് 100 കണക്കിന് ആളുകളെ യേശുവിലേക്ക് തിരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, അതേ ദൈവശക്തി ഈ പ്രാർത്ഥനയുടെ ഇന്നത്തെ ഈ മണിക്കൂറുകൾക്കകത്ത് വ്യാപരിച്ചാൽ നിന്റെ അമ്മയുടെ ഉദരത്തിനകത്ത് നിന്നെ ജനിപ്പിക്കുന്നതിന് മുമ്പ്, ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പ് യുകെയുടെ മണ്ണിൽ നീ എന്തായിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ച ദൈവിക നിയോഗത്തിന്റെ വിളിയിലേക്ക് നിന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന ആത്മപകർച്ചകൾ ഇതിനകത്ത് സംഭവിച്ചാൽ ആള് മാറിയവനെ പോലെ ജീവിത ശൈലികളെ മാറ്റുവാൻ ഞാൻ ആരാധിക്കുന്ന കർത്താവിന് കഴിയുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആത്മാവിതിനകത്ത് ഇറങ്ങിയാൽ ആത്മാവിൽ നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. അമ്മ സ്തോത്രം. 2004 ഞാൻ പെനിയൽ ബൈബിൾ സെമിനാരി പഠനം കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ചെയ്ത് ഞാനും എൻ്റെ വൈഫും കൂടെ വളരെ ചെറുപ്പത്തിൽ തത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികളില്ലാത്ത ഏരിയയിൽ 2 പ്ലേറ്റും ഒരു സ്തോത്ര ചാക്കും ഒരു ചെറിയ കഞ്ഞിക്കലവുമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ. സ്തോത്ര ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മീനാക്ഷിരം സെന്ററിനകത്ത് സ്തോത്ര ഹല്ലേലൂയ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തൊരു കൊച്ചു ഗ്രാമത്തിനകത്ത് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അന്ന് വേദി തെരുവുകളായിരുന്നു. ട്രാക്ട് കൊടുക്കുമ്പോൾ ഭൂതമിളകുമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയാം, നിന്റെ ശുശ്രൂഷ പുൽപ്പിറ്റിനകത്തല്ല, ആത്മീയ അന്ധത പിടിച്ച യുകെയുടെ മണ്ണിന്റെ തെരുവുകൾക്കകത്തേക്ക് നീ സഞ്ചരിക്കുമ്പോൾ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് മദ്യത്തെയും സ്തോത്ര ലഹരികൾക്കും അടിമയായി കിടക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്കകത്തേക്ക് നിന്റെ വിരൽ നീട്ടിയാൽ അവനിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കൾ ഇറങ്ങത്തക്ക നിലയിൽ അവനെ നീ നോക്കിയാൽ അവന്റെ അകത്തൊരു പാപബോധം ഉണ്ടാകത്തക്ക നിലയിൽ ഇന്നലകളുടെ മണ്ണിൽ ഇവാൻ റോബർട്ടിന്റെ അകത്തൂടെ വ്യാപരിച്ച ഉണർവിന്റെ ശക്തിയെ ഈ തലമുറയിൽ ഈ പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിക്കകത്തു നിന്ന്, മലയാളി കമ്മ്യൂണിറ്റിക്കകത്തു നിന്ന് ആവർത്തിക്കപ്പെടേണ്ടതിന് വേണ്ടി, കേവലം ഒരു ജോലിക്ക് വേണ്ടിയല്ല ദൈവം ഈ രാജ്യത്തിൽ നിന്നെ കൊണ്ടുവന്ന് ദൈവിക നിയോഗത്തിന്റെ വിളിയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇവിടെ എന്തൊക്കെ ദൈവത്തിന് ചെയ്യാനുണ്ട്, അതിന് ഈ പ്രാർത്ഥനയുടെ അകത്തേക്ക് ദൈവാത്മാവിനെ വലിച്ചു കയറ്റിയത്. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഈ രാത്രി നിന്റെ മേൽ വീഴുന്ന അഭിഷേകം ഈ രാജ്യത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന, ഈ രാജ്യത്തിലേക്ക് ഉണർവിനെ കൊണ്ടുവരുവാൻ കഴിയുന്ന, ചില പൈശാചിക കൂടുകളെ ഇളക്കാൻ കഴിയുന്ന ഒരാത്മശക്തിയുടെ അഭിഷേകമാണെന്ന് പറഞ്ഞാൽ അത് ഇന്ന് രാത്രി എനിക്ക് വേണമെന്ന്, അത് ഇന്ന് രാത്രി ആരും പ്രാപിച്ചില്ലെങ്കിൽ ഞാനത് പ്രാപിക്കുമെന്ന് നിയോഗമുള്ളവർ കരമടിച്ചും വാ തുറന്നു യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണേ. നിന്റെ ആത്മീയ നിയോഗത്തിന്റെ തിരുവുകളിലേക്ക് ആളിനെ മാറ്റുന്നത് പോലെ നിന്റെ ജീവിത രീതികളെ മാറ്റുന്ന, നിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റുന്ന ഒരഭിഷേകം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവാത്മാവ് പറയുന്നു, നിന്റെ അകത്ത് കൊതിച്ചൊരു ശുശ്രൂഷയുടെ വാതിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കുകയാ. നിന്റെ അകത്തെ അഭിഷേകത്തിൽ പുറത്തു വരികയാ. ഒരു കാലഘട്ടത്തിൽ സുവിശേഷത്തിന് എതിര് നിന്ന ശൗൽ എന്ന് പറയുന്ന മനുഷ്യന് കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറക്കിയിട്ട് തോൽക്കൊല്ലനായിരിക്കുന്ന യൂദയുടെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ കയറ്റിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അനനയാസിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു അഭിഷക്തനെ ഞാൻ യൂദയുടെ വീട്ടിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അവൻ പ്രാർത്ഥിക്കുകയാ. നീ ചെന്ന് അവന്റെ മേൽ കൈവച്ച് അവന്റെ അകത്ത് കിടക്കുന്ന ദൈവിക നിയോഗത്തെ പുറത്തു കൊണ്ടുവരണം. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇതിനകത്ത് നിന്നെ കയറ്റിയത് എന്റെ പ്രസംഗം കേൾപ്പിക്കാനല്ല, നിന്റെ അകത്തെ നിയോഗത്തിലേക്ക്. ഒരനനിയാസ്
ശൗലിന്റെ മേൽ കൈവച്ചതുപോലെ ആത്മാവ് ചിലരെ തൊടുന്നുണ്ട്. ആത്മാവ് നിന്നെ തൊടുന്നുണ്ട്. അഭിഷേകത്തിന്റെ പകർച്ചകൾ ഇന്ന് പകലിൽ നിന്നെ പുറത്തെടുക്കുകയാണ്. അന്ത്യകാലഘട്ടത്തിൽ സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാര് പുത്രിമാര് പ്രവചിക്കും. ആത്മപകർച്ച വീണ നിന്റെ നാവ് ഒരു പ്രവചന നാവായി മാറും. അവൻ ആത്മാവ് വ്യാപരിച്ചാൽ നീ സ്വപ്നക്കാരനായി മാറും. അവൻ നീ വെളിപ്പാടുകാരനായി മാറും. ഇന്ന് രാത്രി ആത്മാവ് ആരോട് പറയുന്നു? ഇതുവരെ നീ പ്രാപിച്ചിട്ടില്ലാത്ത, ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മശക്തിയുടെ അഭിഷേകത്തെ ഈ സഭയുടെ മേൽ ദൈവാത്മാവ് തുറക്കുമ്പോൾ ഈ രാജ്യം കണ്ടിട്ടില്ലാത്തൊരു പ്രവാചകനാക്കി ദൈവം ഇന്ന് പകലിൽ നിന്നെ പൊക്കാൻ വേണ്ടി പോകുക. ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത ഒരു പ്രവാചകനാക്കി ദൈവാത്മാവ് നിന്നെ പൊക്കാൻ പോകുക. ഈ രാത്രി ആത്മ പകർച്ചയ്ക്കകത്ത് നിന്റെ വിസയുടെ പ്രോബളത്തെക്കാൾ ഉപരി എന്നോട് കർത്താവ് പറയുന്നു, ഈ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും. ഇന്ന് രാത്രി നിന്റെ അകത്തുനിന്ന് ഒഴുകുന്ന നദിയുണ്ടല്ലോ, ചലിക്കാത്ത നിന്റെ ജീവിത മേഖലകളെ ചലിപ്പിക്കും. നീ ചോദിക്കുന്ന നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ നിന്നിൽ ഒഴുകുന്ന ശക്തിക്ക് കഴിയും. നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും. ഈ ഹോളിനകത്ത് നീ ആത്മാവി സ്തോത്രം ചെയ്യുമ്പോൾ നിന്നെ മാനസിക സമ്മർദ്ദത്തിനകത്ത് ഒതുക്കുന്ന നിന്റെ വിസയുടെ വിഷയമാകട്ടെ, നിന്റെ ജോലിയുടെ വിഷയമാകട്ടെ, നിന്റെ ഭവനത്തിന്റെ വിഷയമാകട്ടെ, നിന്റെ സാമ്പത്തികമായ വിഷയമാകട്ടെ, ദാമ്പത്യ വിഷയമാകട്ടെ, അതൊന്നും ഇന്ന് രാത്രിയിൽ അഭിഷേകത്താൽ തകർക്കപ്പെടാത്തില്ലെന്നല്ല. നീ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നീ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറയെ കുലുക്കിയ ദൈവത്തിന് അവൻ അപ്പോസ്തലന്മാരുടെ കാലിലിട്ട ആമത്തെ പൊട്ടിക്കാൻ കഴിയുമെങ്കിൽ, അവിടെ കയ്യിലെ ചങ്ങലകളെ പൊട്ടിക്കാൻ കഴിയുമെങ്കിൽ, അഭിഷേകത്തിന് നിന്റെ ഭൗതിക മേഖലകളെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആത്മശക്തിയോട് നീ പ്രതികരിച്ചോ. നിന്റെ ശരീരത്തിലും മനസ്സിലും നിന്റെ ആത്മാവിലും ദൈവത്തിന്റെ വിടുതൽ. അമിസ്തോത്രം, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. അമിസ്തോത്രം, നീ ദൈവത്തോട് എത്ര അടുക്കുന്നോ അത്രയും നിന്റെ മനസ്സ് ഫ്രീ ആയിക്കൊണ്ടിരിക്കും. ബൈബിൾ പറയുന്നു, എന്നോട് അടുത്ത് വരിക എന്നാൽ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യും? അടുത്ത് വരാം. അതിനൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പിശാചിനോട് എതിർത്ത് നിൽക്കുക. പിശാചിനോട് എതിർത്ത് നിൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് എന്ത് ചെയ്യും? ഓടിപ്പോകും. പിശാചിനോട് എതിർക്കുന്നവന് ദൈവത്തോട് അടുക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്ര, പിശാചിനോട് എതിർക്കുക എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നു, പാപത്തോട് പ്രാണത്യാഗത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. സ്തോത്രം. പാപത്തോട് പ്രാണത്യാഗത്തോളം എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. സ്തോത്രം. മുറുകെ പറ്റുന്ന പാപവും ഭാരവും പാപം പോലെ തന്നെയാണ് ഭാരം. സ്തോത്രം. ജീവിതത്തിനകത്ത് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ എന്ത് കഴിക്കും, എവിടെ കിടക്കും, സ്തോത്രം, എന്ത് ധരിക്കും എന്നോർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട? വിചാരപ്പെടണമെന്ന കർത്താവ് പറഞ്ഞത്. കർത്താവ് പെടണ്ടെന്ന് പറഞ്ഞതിനെ ഭാരമാക്കി നമ്മൾ കൊണ്ടു നടന്നാൽ നിനക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഭാരവും മാറണം, പാപവും മാറണം. പാപവും ഭാരവും വിട്ട് കർത്താവിലേക്ക് നോക്കുക. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. നിന്നെ വിളിച്ച ദൈവം, നിന്നോട് ദൂത് പറഞ്ഞ ദൈവം ഈ മണ്ണിൽ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചിരിക്കും. അവൻ നിന്നെ വിളിച്ചത് അനുഗ്രഹിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇവിടുത്തെ ഒരു പൈശാചിക ശക്തികൾക്കും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നിന്റെ നോട്ടം യേശുവിലേക്കാകട്ടെ. ജീവിതത്തിന്റെ അകത്ത് ഒരു പ്രോഗ്രാം എല്ലാ വർഷം നടത്തുകയല്ല. ജീവിതത്തിന്റെ അകത്ത് നെടുവീർപ്പെട്ടുകൊണ്ട് ജോലിഭാരം ജീവിതത്തിന്റെ ഭാരമായിട്ട് ഏതൊക്കെ മേഖലകൾക്കകത്ത് നിരാശപ്പെട്ടു കിടക്കുന്ന നീ അറിഞ്ഞ സുവിശേഷ ശക്തി, സുവിശേഷ സത്യത്തിനകത്ത് ആത്മാവിൽ ബലപ്പെട്ട് നീ ഒന്നും കൂടെ കർത്താവിന്റെ കൃപയിൽ ബലപ്പെട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല പോലെ നിൽക്കുന്ന വിഷയത്തെ ഇന്ന് രാത്രി വിശ്വാസത്താൽ നിന്റെ കാലിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് പാമ്പുകളെയും തേളുകളെയോ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ മുകളിൽ നിന്ന് നീ കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ വേണ്ടിയാണ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ലീഡറാണ് ആര്? മോശ ഇസ്രായേൽ മക്കൾ ലീഡറായി നിൽക്കുമ്പോൾ മോശയ്ക്ക് ശേഷം ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനാണ് ആര്? യോശുവയോട് ദൈവം പറഞ്ഞ എന്തുവാ? മോശയോട് കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്നോട് എന്ത് ചെയ്യും? കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ അപ്പനോട് കൂടെ ഇരുന്നവൻ നിന്നോട് കൂടെ എന്ത് ചെയ്യും? ഇരിക്കും. എന്നെ നടത്തിയവൻ നിന്നെ എന്ത് ചെയ്യും?
നടത്തും. ആമേൻ, സ്തോത്രം. അങ്ങനെ മോശയുടെ കാലശേഷം യോശുവ മുമ്പോട്ട് പോകും. പക്ഷേ മോശയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനത്തിന് മുമ്പോട്ട് പോകാൻ തടസ്സമായൊരു യോർദാൻ നിൽക്കുകയാണ്. അവിടെയാണ് ഞാൻ അവരെ പറഞ്ഞു നിർത്തിയത്. ആമേൻ. യോർദാൻ നിൽക്കുമ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടുക. മോശയോട് വടി നീട്ടാൻ പറഞ്ഞപ്പോൾ മോശയുടെ മേൽ കിടക്കുന്ന നിയോഗത്തെയാണ് കർത്താവ് ഓർപ്പിച്ചത്. മോശയുടെ മേൽ കിടക്കുന്ന ദൈവിക നിയോഗത്തെയാണ് കർത്താവ് ഓർപ്പിച്ചത്. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. ആമേൻ, സ്തോത്രങ്ങളെ, ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷിക്തന്മാരോട് പറയാം, ആമേൻ, നീ ആമേൻ ജനത്തെ ഓർത്ത് അസ്വസ്ഥതപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിളിക്കകത്തേക്ക് നീ കയറി നിന്നാ മതി. കേൾക്കുന്നുണ്ടോ? ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുന്ന നിന്റെ ചലനം ഇന്ന് രാത്രി ദർശനത്തിനകത്ത് കയറട്ടെ. ആമേൻ, നിനക്കെതിരെ ഒരുത്തനും ഒരു കാലഘട്ടത്തിലും നിൽക്കത്തില്ല. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. മോശയ്ക്ക് നേരെ ജനപ്രഭുത്വം. ദൈവം പറഞ്ഞു, മോശേ, നീ എന്തിനാ എന്നോട് അസ്വസ്ഥപ്പെടുന്നത്? നിന്നെ കൊട്ടാരത്തിലേക്ക് ഞാൻ പറഞ്ഞു വിടുമ്പോൾ, ആമേൻ, സ്തോത്രം, നീ ഒരു അടയാളം എന്നോട് ചോദിച്ചു. ആ അടയാളം നിന്റെ വടിയാ. ആമേൻ, അതിനകത്തൊരു അധികാരമുണ്ട്. അത് മന്ത്രവാദിയുടെ, ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ, മുഴുവൻ, ആമേൻ, മന്ത്രവാദിയുടെ പാമ്പിനെ വിഴുങ്ങിയ വടിയാ. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോട് പറയട്ടെ, ആമേൻ, അഭിഷേകം നിന്റെ അകത്ത് വീണപ്പോൾ നീ ആമേൻ സഞ്ചരിച്ച മേഖലകളിലുള്ള പാപത്തെയും അഭിഷേകം വിഴുങ്ങി. നീ രക്ഷിക്കപ്പെട്ടപ്പോൾ, ആമേൻ, സ്തോത്രങ്ങളെ, നീ അനുഭവിച്ച സകല കടഭാരങ്ങളും ജീവിതത്തിന്റെ അകത്ത് ഏതൊക്കെ തകർച്ചകൾ നീ യേശുവിനെ അറിഞ്ഞപ്പോൾ അതങ്ങ് വിഴുങ്ങി. കേൾക്കുന്നുണ്ടോ? ജീവിതത്തിന്റെ ഏതോ തകർച്ചകൾക്കകത്ത് രക്ഷപ്പെടുവാൻ മാർഗമില്ലാതിരുന്നപ്പോൾ, ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ കടഭാരമായിരിക്കാം, കുടുംബത്തിലെ അസമാധാനമായിരിക്കാം, ഇങ്ങനെ ഏതൊക്കെ മേഖലകൾക്കകത്ത് തകർന്നിരുപ്പോൾ നീ യേശുവിനെ കണ്ടപ്പോൾ നിനക്ക് കിട്ടിയ രക്ഷയ്ക്കകത്തൊരു സമാധാനമുണ്ടായിരുന്നല്ലോ. നിനക്ക് കിട്ടിയ രക്ഷയ്ക്കകത്ത് നിന്റെ കടഭാരത്തെ മാറ്റാൻ ഒരു വഴി തുറന്നിരുന്നല്ലോ. അവൻ നീ ആ രക്ഷിക്കപ്പെട്ട സമയത്ത് വിശ്വസിച്ചപ്പോൾ നീ ചുമന്ന ആ രോഗം സൗഖ്യമായല്ലോ. അതൊക്കെ ആ രക്ഷയ്ക്കകത്ത് നീ വിശ്വസിച്ചപ്പോൾ നിന്റെ മേൽ വീണതാണെങ്കിൽ, വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് 25 വർഷമായിട്ട് നീ രോഗമർത്ത് കരയാതെ അന്ന് നീ വിശ്വസിച്ചപ്പോൾ നിന്റെ മേൽ വെളിപ്പെട്ട അതേ ദൈവശക്തി ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ വ്യാപരിച്ചാൽ നീ കഴിക്കുന്ന മരുന്നിന് ഇന്ന് രാത്രി സ്റ്റോപ്പ് ചെയ്യുവാൻ അഭിഷേകത്തിന് കഴിയും. ഇതാണ് മോശയോട് ദൈവം പറഞ്ഞത്. നീ എന്തിനാ പിറുപിറുക്കുന്നേ? നിന്നെ ഞാൻ വിളിച്ചപ്പോൾ നിന്റെ കയ്യിൽ വടിയുണ്ട്, നിലത്തിടാൻ പറഞ്ഞു. ഇട്ടപ്പോൾ എന്തായി? പാമ്പായി. നീ കണ്ടതല്ലേ? കൊട്ടാരത്തിൽ ചെന്നപ്പോൾ സകല മന്ത്രവാദികളും വടി നിലത്തിട്ടു, പാമ്പാക്കി. ആമേൻ, നീയും വടി ഇട്ടു, പാമ്പായി. പക്ഷെ നിന്റെ വടി പാമ്പായപ്പോൾ മന്ത്രവാദിയുടെ മുഴുവൻ വടികളെയും പാമ്പുകളെയും വിഴുങ്ങിയ ഒരു ചരിത്രം നിനക്കുണ്ട്. കാലഘട്ടത്തിന്റെ നിയോഗങ്ങളിൽ സഞ്ചരിക്കുന്ന നീ ഇപ്പോൾ ഒരു ചെങ്കടൽ കണ്ടപ്പോൾ, ആമേൻ, ജനത്തിന്റെ പിറുവിറുപ്പ് കണ്ടപ്പോൾ നിന്റെ അകത്തെ വിളിയും ദർശനമൊക്കെ ആരോ ഒതുക്കുന്നു. ആത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ വിളിച്ചത് മനുഷ്യനല്ല, നിന്നെ അഭിഷേകം ചെയ്ത മനുഷ്യനല്ല. ഈ കാലഘട്ടത്തിൽ ഒരു പ്രവാചക ദൗത്യം, ഒരു ഇടയ ദൗത്യം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ഒതുക്കാൻ പറ്റുന്ന ഒരു മിനിസ്ട്രി അല്ല ദൈവം നിന്റെ മേൽ ഇട്ടിരിക്കുന്നത്. ആരൊക്കെ നിനക്കെതിരെ വിരൽ ചൂണ്ടിയാലോ വിളിച്ച ദൈവം വിശ്വസ്തൻ. വിളിക്കകത്തേക്ക് മടങ്ങി വരിക. നമ്മുടെ അകത്തൊരു മനുഷ്യൻ ബലപ്പെടണം. ലൂക്കോസ് സുവിശേഷം പറയുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവി ബലപ്പെട്ടു. അവൻ്റെ പേരാ യേശു. ആമേൻ, സ്തോത്രം. അവൻ്റെ സന്തതികളാ, അവൻ്റെ സഹോദരങ്ങളാ നമ്മളും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. നാം അവൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടേണ്ടതിന്. ഞാനിങ്ങനെ പറയും, ഇവിടെ കൈയടിച്ച് പാട്ടുപാടി ആമേൻ അഭിഷേകം നിറഞ്ഞു. ആമേൻ, ഈ അഭിഷേകത്തിൽ നിന്ന് ആരാധിച്ച് നിങ്ങൾ പുറത്തു പോകുമ്പോൾ കൂടെ കൈയടിച്ചവർ നിങ്ങളുടെ കൂടെ വരത്തില്ല. ഇവിടെ അന്യഭാഷ പറഞ്ഞവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകത്തില്ല. നീ നിന്റെ വീട്ടിൽ പോകുമ്പോൾ നിന്റെ പ്രശ്നവും നീ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവിടെ നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിന്റെ തലച്ചോറിനകത്തേക്ക് നീ അഭിമുഖിക്കുന്ന പ്രശ്നത്തെ പിശാച് കൊണ്ടുവരുമ്പോൾ, ആമേ, കൂടെ പ്രാർത്ഥിക്കുന്നവരില്ലാതിരിക്കുമ്പോൾ, ആമേ, നീ നിരാശപ്പെടരുത്. പ്രാപിച്ച അഭിഷേകം അവിടെ വെളിപ്പെടണം.
ഇവിടുന്ന് പ്രാപിച്ചതുമായി നീ അവിടെ ചെല്ലുമ്പോൾ അയ്യോ എന്ന് നിലവിളിക്കരുത്. പോ പിശാചേ. ആമേൻ. ഇവിടെ ഞാൻ ആരാധിച്ചത് വീട്ടിൽ ഒറ്റയ്ക്ക് നിരാശപ്പെടാനല്ല. എനിക്കറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവൻ എൻ്റെ ഉപനിധി, അന്ത്യം വരെ കാക്കാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഇന്ന് രാത്രി പ്രാപിച്ച അഭിഷേകത്തിൽ ഒറ്റയ്ക്ക് വീടിനകത്ത് നീ അഭിമുഖിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ കരയാതെ വിളിച്ചു പറ, പിശാചേ ഇതുവരെ നീ എന്നെ തടഞ്ഞു, എന്നാൽ ഇന്ന് പകലിൽ തടയാൻ പറ്റത്തില്ല. കൂടെ ആരുമില്ലെങ്കിലും ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഇന്ന് രാത്രി നിന്റെ ചിന്തകൾ ഇടിയട്ടെ. പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് ഉയരുന്ന ഏത് ഉയർച്ചകളെയോ ക്രിസ്തുവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കണം. ആത്മീയ വളർച്ചയിൽ നിന്നെ കൊണ്ടെത്തിക്കാതെ, ആത്മീയ പക്വതയിൽ നിന്നെ കൊണ്ടെത്തിക്കാതെ, നിന്റെ ചിന്താ മണ്ഡലങ്ങൾക്കകത്തുള്ള ദൈവവചനത്തിന്റെ സത്യത്തിന് വിരോധമായുള്ള അറിവിന്റെ മണ്ഡലങ്ങൾ, സങ്കല്പങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ആത്മാവിൽ ഇടിച്ചുകള. ആത്മശക്തിക്ക് സങ്കല്പം ഇല്ലയോ എന്ന് പറയാം. പുനരുദ്ധരണം പ്രാപിച്ച യേശു കർത്താവ് ശിഷ്യന്മാരെ നോക്കിയപ്പോൾ പേടിച്ച് വാതിലടച്ചിരിക്കുക. ആമേൻ സ്തോത്രം. 2 എണ്ണം യെരൂശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോയി. പത്രോസ് ഉൾപ്പെടെ മീൻ പിടിക്കാൻ പോയി. അവൻ നിയോഗമുള്ളതെല്ലാം ചുരുടുകൂടി അവിടെ ഇരിക്കുമ്പോൾ പെന്തക്കോസ് നാളിൽ മർക്കോസിന്റെ മാളി റൂമിൽ ഇറങ്ങിയ ദൈവശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ 11 പേരോടുകൂടെ ഭയപ്പെട്ടു നിന്ന പത്രോസ് ധൈര്യത്തോടെ പ്രസംഗിക്കുക. മാളിക റൂമിനകത്ത് വെളിപ്പെട്ട അഭിഷേകം അവൻ നിന്റെ അകത്തെ ഭയത്തെ മാറ്റുമെങ്കിൽ, ഇന്ന് രാത്രി ഈ രാജ്യത്തിൽ വന്നിട്ടും നിന്റെ അകത്തൊരു ഭയമുണ്ടെങ്കിൽ, ജീവിതത്തെക്കുറിച്ച് തലമുറയെക്കുറിച്ച് നിനക്കൊരു ഭയമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു അവൻ അതിനെ പൊട്ടിക്കാൻ ഒരഭിഷേകം നിന്റെ മേൽ. ഇന്ന് രാത്രി ആരോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ തലമുറയെ കുറിച്ച് നീ എന്താ ചിന്തിക്കുന്നത്? ഇങ്ങനെ പോയാൽ ഈ ജനറേഷൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ പറയും. അവൻ ഇതുപോലെയുള്ള സഭയ്ക്കകത്ത് കയറി ആത്മാവിൽ കൈയടിച്ച് അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നത്. ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്കകത്ത് നിന്റെ തലമുറ പോയാൽ അവിടുത്തെ പാപത്തിൽ ബന്ധിക്കപ്പെടുമെന്ന് പറയാനല്ല, അവിടുത്തെ പാപത്തെ പൊട്ടിക്കാൻ നിന്റെ പ്രാർത്ഥനാ റൂമിൽ വെളിപ്പെടുന്ന അഭിഷേകം നിന്റെ തലമുറയെ കൺട്രോൾ ചെയ്യും. നമ്മുടെ അകത്തെ അഭിഷേകം എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം കേൾക്കുമ്പോൾ നമ്മളെ ഉൾവലിപ്പിക്കുന്നതല്ല, നമ്മളെ അകത്ത് ജ്വലിപ്പിക്കണം. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, അന്ത്യകാലഘട്ടങ്ങളിൽ ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളാകും, ദ്രവ്യാഗ്രഹികളാകും, വമ്പ് പറയുന്നവരാകും, അഹങ്കാരികളാകും, ഇണങ്ങാത്തവരാകും, വാത്സല്യമില്ലാത്തവരാകും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരാകും, ഭക്തിയുടെ വേഷം കെട്ടി അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരാകും. ആ കാലഘട്ടത്തിൽ നീയോ എൻ്റെ മകന് തിമോത്തിയോസേ ക്രിസ്തുയേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെട്ടുകൊള്ളുക. അവൻ ലോകത്തിൽ എന്തു സംഭവിക്കും എന്നുള്ളതല്ല നമ്മുടെ വിഷയം, നിന്റെ അകത്ത് ആത്മശക്തി പ്രാപിക്കുക എന്നുള്ളതാണ്. ലോകത്തിൽ അതുണ്ട് ഇതുണ്ടെന്നല്ല സഭ പറയേണ്ടത്. സഭ ആത്മാവിൽ ബലപ്പെടണം. പിശാചിനെ അവന്റെ പ്രവൃത്തിയെ ഹൈലൈറ്റ് ചെയ്യരുത്. നിന്റെ അകത്തുള്ള അഭിഷേകത്തെ നീ ജ്വലിപ്പിക്കണം. അവൻ ഭൂമി മുഴുവനും പാപം കൊണ്ട് പെരുകിയപ്പോൾ ദൈവത്തിന് അവൻ സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് അനുതാപമുണ്ടായി. അവസാനം ജനം തിരിഞ്ഞു വരുന്നില്ല കണ്ടപ്പോൾ, പാപം പെരുകിയപ്പോൾ ദൈവം ഒരു തീരുമാനമെടുത്തു, ഞാൻ ഭൂമിയെ നശിപ്പിക്കാൻ പോകുകയാണ്. ഞാൻ എന്ത് ചെയ്യാ? ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി പോകുക. അവൻ ഭൂമിയെ നശിപ്പിക്കുന്നതിന് മുമ്പ് നോഹയ്ക്ക് ദൈവം കൃപ കൊടുത്തു. അവൻ ഭൂമി മുഴുവനും നശിച്ചപ്പോഴും നോഹയുടെ കുടുംബം നശിച്ചില്ല. കാര്യം എന്താ? പാപമില്ലാത്തത് കൊണ്ടല്ല, അവന്റെ അകത്ത് അതിനെ അതിജീവിക്കുന്ന ഒരു കൃപയെ ദൈവം കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ആമേൻ സ്തോത്രം. തുമ്മുമ്പോ പോകുന്ന ഒരു കൃപയ്ക്കകത്തല്ല ദൈവം നിന്നെ നിർത്തിയത്. ഇവിടെ വ്യാപരിക്കുന്ന സകല അജണ്ടകളെയും ജയിക്കാൻ കഴിയുന്ന കൃപയുടെ സുവിശേഷമാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. റോമർ 8-ാം അധ്യായത്തിൽ പറയുന്നു, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾക്ക് ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എന്താ അർത്ഥം? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ദൈവം കൊടുത്ത പ്രമാണത്തിന് ചെയ്യാൻ പറ്റാത്തത് സാധിപ്പിക്കേണ്ടതിന് വേണ്ടി
പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി ഒരുവൻ ഇവിടെ ഇറങ്ങി വന്ന് അവൻ കാൽവരി ക്രൂശിൽ പറഞ്ഞു, പിതാവേ സകലതും നിവർത്തിയായി, സകലതും നിവർത്തിയായി. ഇതാ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ന്യായപ്രമാണത്തിന് മനുഷ്യരെ പാപത്തിൽ രക്ഷിക്കാൻ കഴിയാതിരുന്നപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് വന്നിട്ട് പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ നോക്കാമെന്നല്ല പറഞ്ഞത്, ക്രൂശിൽ പരിഹാരം വരുത്തിയിട്ടാണ് പോയത്. നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷം പൂർണ്ണ സുവിശേഷമാണ്. ആമേ, ഇവിടെ പകുതി ജീവിക്കാം, പിന്നെ പൂർണ്ണമായിട്ട് ജീവിക്കണമെങ്കിൽ മോളിൽ ചെന്നിട്ടേ പറ്റുള്ളൂ എന്ന് പഠിപ്പീരാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയും, അതുകൊണ്ട് ഒരു തലമുറ ഇന്നും പാപത്തെ ജയിക്കാതെ കിടക്കുന്നത്. ആമേ, സ്തോത്രം. നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷം ഹാഫ് സുവിശേഷമല്ല, പൂർണ്ണ സുവിശേഷമാണ്. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ആമേ, സ്തോത്രം. ആമേ, ക്രിസ്തുവിൽ ഒരുവൻ പരിപൂർണനാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നീതിയല്ല, വിശ്വാസത്താൽ നമ്മുടെ മേൽ ദൈവം പകർന്ന ദൈവത്തിൻ്റെ നീതിയാണ്. ആ നീതിയുടെ ബോധം നമ്മുടെ അകത്ത് വരുമ്പോഴാണ് ആമേ വിളിച്ചവൻ ആമേ നീതീകരിച്ചും നീതീകരിക്കപ്പെട്ടവൻ തേജസ്സിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. മഹത്വത്തിൻ്റെ അകത്ത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ അകത്ത് സിസ്റ്റം മാറുന്നത്. ആമേൻ. പച്ചവെള്ളം മുന്തിരി വീഞ്ഞായത് ആമേൻ, സ്തോത്ര ഹല്ലേലൂയ, മഹത്വത്തിനകത്ത് ഇന്ന് രാത്രി നിന്റെ സാധാരണ ലൈഫിനെ തിരിക്കാൻ പറ്റുന്ന ഒരു ഗ്ലോറിയുടെ തലമുണ്ട്. അതാണ് പിശാച് മറച്ചു വെച്ചിട്ട് ആമേൻ, സ്തോത്ര തേജസ്സിൻ്റെ സുവിശേഷം പ്രകാശിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ മനസ്സ് എന്ത് ചെയ്തു? കുരുടാക്കി വെച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നിന്നെ ജയിപ്പിക്കുന്ന ഒരു സുവിശേഷമാ യേശുവിന്റെ സുവിശേഷം. ഇവിടെ വീണും എഴുന്നേറ്റും തകർന്നും കൈകട്ടി സ്വർഗത്തിൽ പോകാനിരിക്കുന്ന കൂട്ടമല്ല പെന്തക്കോസ്തുകാര്. ഇന്ന് രാത്രി ഇവിടെ നിന്നെ ജയിപ്പിച്ച് നട്ടലോടുകൂടെ നിന്നെ നിർത്തിയിട്ട് നിത്യതയുടെ വെളിപ്പാടിൽ ജീവിച്ച് നിത്യതയ്ക്കകത്ത് നിന്നെ കൊണ്ടുപോകുന്ന ഒരു പൂർണ്ണ സുവിശേഷമാണ് യേശുവിന്റെ സുവിശേഷം. പൗലോസ് പറയുന്നു, ഈ സുവിശേഷം അറിഞ്ഞിരിക്കുന്നെങ്കിൽ അത് ആമേൻ, സ്തോത്ര ഹല്ലേലൂയ, വിശ്വസിക്കാത്തവർക്കാ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പ്രസംഗം വാക്ചാര്യത്തോടു കൂടിയല്ല, ആമേൻ, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം ദൈവശക്തി തന്നെ ആയിരിക്കണമെന്നുള്ളത് കൊണ്ട്, ജ്ഞാനമില്ലാത്തത് കൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല ആമേൻ പോഷനെ പോലെ പ്രസംഗിക്കുന്നത്. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ അകത്ത് ആത്മാവിൽ നിങ്ങളും ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകണം. അറിവ് ചീർപ്പിക്കും, ആത്മാവോ ജീവിപ്പിക്കും. അക്ഷരം കൊല്ലും, ആത്മാവ് ജീവിപ്പിക്കും. ഇന്ന് രാത്രി ആമേൻ 119 സങ്കീർത്തനം കാണാതെ പഠിക്കുന്നത് അറിവാ. ആമേൻ. അതുകൊണ്ട് പാപത്തെ ജയിക്കാൻ പറ്റത്തില്ല. പക്ഷെ പാപത്തെ ജയിച്ച യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം നിന്റെ അകത്ത് വന്നാൽ, വെളിപ്പാട് നിന്റെ അകത്ത് വന്നാൽ, ജയിക്കാത്ത ഏത് മേഖലയും നിനക്ക് ജയിക്കാൻ പറ്റും. അതിന് 1 മണിക്കൂർത്തെ പ്രസംഗം വേണ്ട. ആമേൻ. ഫിലിപ്പിന്റെ കൈസിരിൽ വെച്ച് ആമേൻ പത്രോസിന് തുറന്നതുപോലെ ദൈവം ഒന്ന് തുറന്ന് തന്നാ മതി. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ആമേൻ ക്രിസ്തു, ഇത് നിനക്ക് ജഡരക്തമല്ല വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. വെളിപ്പാടുള്ളവരോട് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അടിച്ചാൽ ആമേൻ നീ പറഞ്ഞാൽ ലോക്കാകും. കാരണം അതിന് ലോക്കാക്കാൻ പറ്റുന്ന ഒരു ആത്മീക വെളിപ്പാട് നിന്റെ അകത്തുണ്ട്. ഇന്ന് രാത്രിയിൽ ആ അധികാരത്തിൻ്റെ അഭിഷേകമാണ് ഈ വചനത്തിനകത്തൂടെ ദൈവാത്മാവ് പകരുന്നത്. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈ രാത്രി പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമ്മുടെ അകത്ത് ചലിക്കട്ടെ. ആമേൻ, സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് എന്നോട് കർത്താവ് പറയുന്നു, ആമേൻ, സ്തോത്രങ്ങളെ, ദൈവശക്തിയുടെ ഒരു പ്രദർശനശാലയാക്കി നിങ്ങളുടെ ശരീരത്തെ മാറ്റാൻ വേണ്ടി പോകുകയാണ്. പ്രാർത്ഥിച്ചേ. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. ചില പ്രാർത്ഥനകൾക്ക് ചില ചലനങ്ങളെ കൊണ്ടുവരാൻ പറ്റും. അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാ പ്രാർത്ഥനകൾക്കും ചലനം ഉണ്ടാകത്തില്ല, പക്ഷെ ചില പ്രാർത്ഥനകൾ ചില ചലനങ്ങളെ കൊണ്ടുവരും. ഈ രാത്രി ഞാൻ പറയും, ആമേൻ, യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ വാള് കൊണ്ട് കൊന്നത് യഹൂദന് പ്രസാദമായി എന്ന് കണ്ട്
പത്രോസിനെ പിടിച്ച് തടവറയിലിട്ടപ്പോൾ ആമേൻ സ്തോത്രം ദൈവസഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന യാക്കോബിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രാർത്ഥനയുടെ രീതിയല്ലായിരുന്നു. അടയപ്പെട്ട കാരാഗ്രഹത്തിൽ ദൂതനെ ഇറക്കി ആമേൻ പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന പ്രാർത്ഥനയാ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ചില പ്രാർത്ഥനകൾ, ചില അസാധാരണമായ പ്രവൃത്തികളെ ആമേൻ ആത്മാവ് അയക്കും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ മഹനീയം സഭയോട് ആത്മാവ് പ്രവചിച്ചു പറയുന്നു, അവൻ ഇതുവരെ നടന്നതുപോലെയുള്ള ഒരു പ്രാർത്ഥനയല്ല ഈ കാലഘട്ടത്തിൽ ദൈവം നിനക്ക് തന്ന നിയോഗത്തിൽ നീ ചെയ്യുന്നത്. എന്നോട് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു, സഭ അടുത്ത ഒരു ഷിഫ്റ്റിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്.